ചെസ് എന്ന വാക്കിന് മറുവാക്കായി മാറുകയാണ് നമ്മുടെ ഭാരതം. 18ാമത്തെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയം നേടിയ 18കാരൻ ദൊമ്മരാജു ഗുകേഷിന്റെ നേട്ടം കൂടിയായപ്പോൾ ചെസ്സിന്റെ ശക്തി കേന്ദ്രം ഇന്ത്യ ആണ് എന്ന നേട്ടം കൂടി ഇന്ത്യക്ക് സ്വന്തം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറിയ ഗുകേഷിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്ത്യക്കായി അഭിമാന നേട്ടമാണ് ഗുകേഷ് സ്വന്തമാക്കിയത്. ഇതിലൂടെ ചെസ്സിന്റെ ശക്തി കേന്ദ്രം ഇന്ത്യയാണ് എന്ന് ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ്. വളർന്നുവരുന്ന ഓരോ താരങ്ങൾക്കും ഗുകേഷ് പ്രചോദനമാകുന്നു. ഇങ്ങനെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കുറിച്ചത്. ചെസ്സിനും ഭാരതത്തിനും അഭിമാന നിമിഷമാണിത് എന്ന് മുൻ ലോക ചെസ് ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദ് കുറിച്ചു. തന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ആനന്ദമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം ഉയർത്തുന്ന താരമാണ് തമിഴ്നാട്ടുകാരനായ ഗുകേഷ്. തമിഴ്നാട്ടുകാരൻ്റെ സ്ഥായി ഭാവമായ വിനയം ഗുകേഷിന്റെ മുഖത്ത് നമുക്ക് കാണാം. മുൻപ് നമ്മൾ ഈ ഭാവം കണ്ടത് പ്രജ്ഞാനന്ദയുടെ മുഖത്താണ്. പ്രജ്ഞാനന്ദ വിജയങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ഏറെ ചർച്ചയായത് ആ കുടുംബത്തിന്റെ ലാളിത്യവും വിനയവും ഒക്കെയാണ്. പ്രജ്ഞാനന്ദയുടെ നെറ്റിലെ ഭസ്മക്കുറി കാണുമ്പോൾ അവൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു തലമുറയെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല. അതുപോലെ ഒരു ഭസ്മക്കുറി നമ്മുടെ ഗുകേഷിന്റെ മുഖത്തുമുണ്ട്. തമിഴ് ജനത എന്ന അത്ഭുതത്തെ, അവരുടെ ലാളിത്യത്തെ, പ്രജ്ഞാനന്ദയുടെ വിജയത്തെ ഒക്കെ ചൂണ്ടിക്കാണിച്ച് വായിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ സമൂഹത്തെക്കുറിച്ച് വിശകലനം നടത്താനുള്ള ഒരു പ്രേരണയാണ് നൽകുന്നത്. മുഴുവൻ ഇന്ത്യക്കാരെയും അത്ഭുതപ്പെടുത്തുന്ന നിഷ്കളങ്കവും ഗ്രാമീണവുമായ ചില പ്രതീകങ്ങൾ അത് ഓരോ തമിഴ്നാട്ടുകാരനുമുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു വലിയ ഉദ്യോഗസ്ഥൻ, അതിപ്പോൾ IAS കാരനാണെങ്കിൽ പോലും അദ്ദേഹം പച്ചക്കറി കടയിൽ കയറുമ്പോൾ കയ്യിലെടുത്തിരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ളൊരു കായസഞ്ചിയാകാം, കടുനിറമാർന്ന ഒരു ചേലയാകാം, നെറ്റിക്ക് കുറുകെയിട്ട ഒരു ഭസ്മക്കുറിയാകാം, നിശ്ചയദാർഢ്യമുള്ള കണ്ണുകൾ, നിഷ്കളങ്കവും അതേസമയം വിജയം കൊതിക്കുന്നതുമായ കണ്ണുകൾ. ഈ പ്രതിഭകളുടെ വീടുകളിലൊന്ന് പോയി നോക്കൂ. ഒരു അഹങ്കാരവുമില്ലാതെ വണക്കം പറയുന്ന ഒരച്ഛനെ കാണാം. സ്വാദേറിയ തമിഴ് സാമ്പാർ ഉണ്ടാക്കുന്ന അമ്മയും. അവരുടെ വിജയങ്ങളിൽ അവർക്ക് അഹങ്കാരമില്ല. ഉണ്ടായാലും അത് ബഹളങ്ങളുടേതല്ല. ഒരു മരം പോലെയാണ് തമിഴൻ. സംസ്കാരത്തിന്റെ മണ്ണിൽ അവന്റെ വേരുകൾ ഉറച്ചിരിക്കുമ്പോൾ അതിരുകളില്ലാത്ത ആകാശത്തേക്ക് അവന്റെ ശിഖരങ്ങൾ ഉയർന്നു പൊങ്ങുമെന്നാണ് തമിഴ്നാടിനെ കുറിച്ചും തമിഴ്നാട്ടുകാരെ കുറിച്ചും പറയുന്നത്. സ്വന്തം മണ്ണിനെ പറ്റിയും സംസ്കാരത്തെ പറ്റിയുമുള്ള കറതീർന്ന അഭിമാനം തമിഴനുണ്ട്. ദൈവപ്പുലവർ തിരുക്കുറളിൽ അരുളിയിട്ടുണ്ട്. തമിഴരുടെ ആണും പെണ്ണും എങ്ങനെ സമൂഹത്തിൽ ഇടപെടണമെന്ന്, എങ്ങനെ നന്നായി ജീവിക്കണമെന്ന്, എങ്ങനെ നന്മകൾ ചെയ്യണമെന്ന് അത് അവർ എന്നും അനുസരിക്കും. മലയാളി യുവത സഹ്യനപ്പുറത്തേക്കും ഇടയ്ക്കൊക്കെ നോക്കണം. തായ്മൊഴിയും കുലദൈവത്തെയും നാടിനെയും വീടിന്റെയും തനിമയും സ്വന്തം സംസ്കാരത്തെയും കൈവിടാതെ ഗുരുക്കന്മാരെ വണങ്ങി ഉലകം വെല്ലാൻ കെൽപ്പുള്ള ഒരു പുതുതലമുറയെ തമിഴ് മണ്ണിൽ നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. ആ ഒരു വിജയം തന്നെയാണ് ഈ തമിഴ്നാട്ടുകാരനും ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ആന്ധ്രയിൽ വേരുകളുള്ള തമിഴ്നാട് സ്വദേശി, അതിനപ്പുറം തമിഴ്നാട്ടുകാർക്ക് ദൊമ്മരാജു ഗുകേഷ് എന്ന ഗുകേഷിനോട് വേറൊരു തരത്തിലും വൈകാരിക അടുപ്പമുണ്ട് കേട്ടോ. ഗുകേഷിന്റെ പിതാവിന്റെ പേര് രജനീകാന്ത് എന്നാണ്. രജനീകാന്ത് പത്മ ദമ്പതികളുടെ മകനായി 2006 മെയ് 29 ഗുകേഷിന്റെ ജനനം. പിതാവ് രജനീകാന്ത് അറിയപ്പെടുന്ന ENT സർജനാണ്. അമ്മ ഡോക്ടർ പത്മ, മൈക്രോബയോളജിസ്റ്റ്. തെലുങ്ക് കുടുംബത്തിൽ ജനിച്ച ഗുകേഷ് 7ാം വയസ്സിലാണ് ചെസ് ബോർഡിലേക്ക് എത്തപ്പെടുന്നത്. ദിവസേന 1 മണിക്കൂർ വെച്ച് ആഴ്ചയിൽ 3 ദിവസം. ഇതായിരുന്നു ചെസ് പരിശീലനത്തിൽ ഗുകേഷിന്റെ തുടക്കം. ചെറിയ പ്രായത്തിൽ തന്നെ പ്രായത്തെ വെല്ലുന്ന നീക്കങ്ങളുമായി കൊച്ചു ഗുകേഷ് കളം പിടിച്ചു. ഇതോടെ പരിശീലകർക്കും അവന് വലിയ കാര്യമായി. അങ്ങനെയാണ് അവധി ദിവസങ്ങളിൽ പോലും പ്രാദേശിക ചെസ് ടൂർണമെന്റുകളിൽ പങ്കെടുപ്പിച്ചു തുടങ്ങിയത്. 2015 ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 9 വിഭാഗത്തിൽ ചാമ്പ്യനായി. 2018 അണ്ടർ 12 വിഭാഗത്തിൽ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും ജേതാവായതോടെ ഗുകേഷിന്റെ ജൈത്രയാത്ര തുടങ്ങി. അണ്ടർ 12 ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണ്ണ മെഡലുകളാണ് ഗുകേഷ് നേടിയത്. വ്യക്തിഗത ടീമിനങ്ങളിൽ റാപ്പിഡ് ബ്ലിറ്റ്സ് വിഭാഗങ്ങളിലും വ്യക്തിഗത ക്ലാസിക്കൽ ഫോർമാറ്റിലും സ്വർണം നേടി. 2017 മാർച്ചിൽ ഇന്റർനാഷണൽ മാസ്റ്റർ എന്ന നേട്ടം കൈവരിച്ചു. 12 വയസ്സും 7 മാസവും 17 ദിവസവും പ്രായമുള്ളപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഗുകേഷ് ഈ നേട്ടത്തിലെത്തുന്ന പ്രായം കുറഞ്ഞ 3ാമത്തെ താരമായി. 2023 ഓഗസ്റ്റിൽ 2750 റേറ്റിംഗ് പോയിന്റ് എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും സ്വന്തം. 1 മാസത്തിനു ശേഷം സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിലെ ഒന്നാമനായി. 37 വർഷം ഇന്ത്യൻ താരങ്ങളിൽ 1ാം റാങ്ക് അലങ്കരിച്ച ശേഷമാണ് ആനന്ദ് ഗുകേഷിന് മുന്നിൽ വഴിമാറിയത്. 2024 ചരിത്ര കുതിപ്പ് തുടർന്ന ഗുകേഷ് കാൻഡിഡേറ്റ്സ് ചെസ്സിൽ ചാമ്പ്യനായി. ഈ നേട്ടം കൈവരിക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിനൊപ്പം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യൻ ഡിങ് ലിറന്റെ എതിരാളിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷം സെപ്റ്റംബറിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയുടെ ചരിത്ര കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ച വീണ്ടും സാന്നിധ്യം അറിയിച്ചു.
ആർ പ്രജ്ഞാനന്ദ, അർജുൻ എറിഗാസി, വിദിത് ഗുജറാത്തി, പി ഹരികൃഷ്ണ എന്നിവർക്കൊപ്പം ഗുകേഷും ചേർന്നതോടെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമേ ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണ്ണം നേടി. ഈ നേട്ടങ്ങൾക്കൊക്കെ പിന്നാലെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന റെക്കോർഡിലേക്കും ഗുകേഷിന്റെ കുതിപ്പ്. 4 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ഗുകേഷ്. 2007, 2008, 2010, 2012 വർഷങ്ങളിലാണ് ആനന്ദ് ലോക ചാമ്പ്യനായത്. കുട്ടിക്കാലം മുതൽ ഗുകേഷ് മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടന്ന ഒരു സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കഠിനാധ്വാനത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയുമാണ് തമിഴ്നാടിന്റെ ഈ മിടുക്കൻ ലോകത്തിന്റെ നെറുകയിൽ എത്തിയിരിക്കുന്നത്. തന്റെ സ്വപ്നത്തെക്കുറിച്ച് ഗുകേഷ് 11ാം വയസ്സിൽ തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അത്രേ. താരം ലോക കിരീടം നേടിയതിനു പിന്നാലെ ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ്. 2017 വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഗുകേഷ് തന്റെ സ്വപ്നത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. വലുതായാൽ എന്താണ് ആഗ്രഹം എന്നായിരുന്നു അഭിമുഖത്തിൽ ഗുകേഷിനോടുള്ള ചോദ്യം. അല്പം ഒന്ന് ആലോചിച്ച ശേഷം വളരെ ആത്മവിശ്വാസത്തോടെ ചെറുപുഞ്ചിരിയോടെയായിരുന്നു ഇതിനോടുള്ള താരത്തിന്റെ മറുപടി. എനിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആവണം. അങ്ങനെയാണ് ഗുകേഷ് അന്ന് പറഞ്ഞത്. അന്ന് അദ്ദേഹത്തിന്റെ ഈ സ്വപ്നത്തെ ആരും അത്ര ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ 7 വർഷങ്ങൾക്കിപ്പുറം തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി മാറ്റിയ ശേഷം ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ് ഈ 18-കാരൻ. ന്യൂസ് ഡെസ്ക് കർമാനസ്.